ജില്ലയിൽ നോർത്ത്, സൗത്ത് വനം ഡിവിഷനുകളിൽ ആനകളുടെ കണക്കെടുപ്പ് പൂർത്തിയായി. 2023 കണക്കെടുപ്പിൽ കണ്ടതിനേക്കാൾ എണ്ണം കൂടിയിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനം. മനുഷ്യൻ-വന്യജീവി സംഘർഷം വ്യാപകമായതിന്റെ പശ്ചാത്തലത്തിൽ ഉന്നതതലത്തിലെ തീരുമാനപ്രകാരം കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഒരേ സമയം നടത്തിയ കണക്കെടുപ്പിന്റെ ഭാഗമായാണ് ജില്ലയിൽ ആനകളുടെ എണ്ണമെടുത്തത്. നിലമ്പൂർ നോർത്ത് വനമേഖലയിലെ എടവണ്ണ, നിലമ്പൂർ, വഴിക്കടവ് റേഞ്ചുകളിൽ 27, സൗത്തിലെ കാളികാവ്, കരുളായി റേഞ്ചുകൾ 17 ബ്ലോക്കുകളായി തിരിച്ച് 23 മുതൽ ഇന്നലെ വരെ പഠനം നടന്നു. ആദ്യ ദിവസം ബ്ലോക്കുകളിൽ തലങ്ങും വിലങ്ങും സഞ്ചരിച്ച് നേരിട്ട് കണ്ട ആനകളുടെ ആൺ, പെൺ, മോഴ, കുട്ടി എന്നിങ്ങനെ ഇനം തിരിച്ച് കണക്കെടുത്തു. രണ്ടാം ദിവസം 1.5 കിലോമീറ്റർ നേർരേഖയിലൂടെ നടന്ന് ആനപ്പിണ്ടങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തി. മൂന്നാം ദിനം ജലസ്രോതസ്സുകൾ ഉൾപ്പെടെ ആനകൾ പതിവായെത്തുന്ന സ്ഥലങ്ങൾ നിരീക്ഷിച്ചാണ് കണക്കെടുത്തത്. നിലമ്പൂർ നോർത്ത് ഡിവിഷനിൽ 29 എണ്ണത്തെയാണ് നേരിട്ട് കണ്ടതെന്ന് അറിയുന്നു. 27 എണ്ണം വഴിക്കടവ് റേഞ്ചിലാണ്, ഓരോന്ന് എടവണ്ണ, നിലമ്പൂർ റേഞ്ചുകളിലും. 2023 കണക്കെടുപ്പിൽ ഡിവിഷനിൽ ആകെ 31 എണ്ണം ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. നിലമ്പൂർ സൗത്ത് ഡിവിഷനിൽ 28 എണ്ണത്തെ ആണ് നേരിട്ട് കണ്ടതെന്ന് അറിയുന്നു. കൂടുതലും കരുളായിയിലാണ്. സർവേയിലെ കണ്ടെത്തലുകൾ ഡിവിഷൻ, സർക്കിൾ തലങ്ങളിൽ ക്രോഡീകരിച്ച് പ്രിൻസിപ്പൽ CCFന് അയക്കും. തുടർന്ന് സംസ്ഥാന തലത്തിൽ ക്രോഡീകരിക്കും. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ആണ് പഠനം നടത്തുക. റിപ്പോർട്ട് ജൂലൈ 20 മുൻപ് പ്രസിദ്ധീകരിക്കും. തമിഴ്നാട്ടിലെ ആനകൾ വേനലിൽ ദാഹജലം തേടി നോർത്ത്, സൗത്ത് ഡിവിഷനിലെ വനങ്ങളിൽ എത്താറുണ്ട്. ഇത്തവണ തമിഴ്നാട്ടിലെ വനങ്ങളിൽ വേനൽ മഴ ലഭിച്ചതോടെ നിലമ്പൂർ കാടുകളിൽ നിന്നും ആനകൾ തിരികെ പോയതാണ് കണക്കെടുപ്പിൽ എണ്ണം കുറയാൻ ഒരു കാരണമായി പറയുന്നത്. ദുർഘടം പിടിച്ച ഉൾക്കാടുകളിൽ കണക്കെടുപ്പിന് പോയവർ ഉൾപ്പെടെ എല്ലാ സംഘങ്ങളും സുരക്ഷിതമായി തിരിച്ചെത്തിയെന്ന് വനം അധികൃതർ പറഞ്ഞു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.